The white people colonized many countries and exploited the people and its resources. Here we are discussing such a topic. The White Man Killed My Father by David Diop. David Diop was a negritude poet, that is African poet, who feels proud of being an African. ഒരു ആഫ്രിക്കൻ കവിയാണ് ഡേവിഡ് ഡയോപ്പ്. അദ്ദേഹത്തിന്റെ ദ വൈറ്റ് മാൻ കിൽഡ് മൈ ഫാദർ എന്ന കവിതയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആൻഡ് ത്രൂ ദിസ് പോം ഹി അസേർട്സ് ദാറ്റ് ഓൾ ബ്ലാക്സ് ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഈ കവിതയിലൂടെ അദ്ദേഹം സമർത്ഥിക്കുന്നത് എല്ലാ ബ്ലാക്ക് പീപ്പിളും നെഗ്രിറ്റ്യൂഡ് പീപ്പിളും ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ്, സഹോദരി സഹോദരന്മാരാണ്. ആൻഡ് ദേ ഹാവ് യൂണിറ്റി, അവർക്ക് ആ ഒരു ഐക്യമുണ്ട് എന്ന് സമർത്ഥിക്കുന്നു. ആൻഡ് ദ പോം ഷോസ് ദ പ്രോസസ് ഓഫ് കോളനൈസേഷൻ ആണ്. അതായത് വൈറ്റ് പീപ്പിൾ കെയിം in most of the countries and they exploited the resources and also they killed many people and raped many women and girls. And the boy is the speaker in the poem. ഈ കവിതയിലെ സ്പീക്കർ ഒരു കുട്ടിയാണ്, ഒരു ആൺകുട്ടിയാണ്. ആ കുട്ടി ഈ കവിത വിവരിക്കുന്നു. ആ കുട്ടിയാണ് ഇതിലെ സ്പീക്കർ. The white man killed my father who was proud. The white man, അതായത് the colonizer, killed my father who was proud. ഇവിടെ ആ ഫാദർ എന്നുള്ള വ്യക്തി, അദ്ദേഹം ഹിസ് ദി ഇൻഡിജിനസ് പേഴ്സൺ ആൻഡ് ദ പേഴ്സൺ ഹു ഒപ്പോസ്ഡ് ദ കോളനൈസർ, ആ കോളനൈസറെ എതിർത്ത വ്യക്തിയാണ്. സോ ഹി വാസ് കിൽഡ് ബൈ ദ വൈറ്റ് മാൻ. ആൻഡ് ദ വൈറ്റ് മാൻ സെഡ്യൂസ്ഡ് മൈ മദർ. സെഡ്യൂസ്ഡ് മീൻസ് റേപ്ഡ്. എന്റെ അമ്മയെ റേപ്പ് ചെയ്തു, അച്ഛനെ കൊന്നു, അമ്മയെ റേപ്പ് ചെയ്തു. ആൻഡ് മൈ മദർ വാസ് ബ്യൂട്ടിഫുൾ. എന്റെ അമ്മ സുന്ദരിയായിരുന്നു. ഒരു പക്ഷേ അതിനെ എതിർത്തതാകാം ഈ ഒരു കൊലപാതകത്തിന് കാരണം. അതായത് ആ സ്ത്രീയെ കണ്ട് മോഹിച്ച് അതിനെ എതിർത്തതാകാം അച്ഛനെ കൊല്ലാനുള്ള കാരണം. അതൊരു ഡയറക്റ്റ് മീനിങ്. പക്ഷെ അതിന്റെ ഇൻഡയറക്റ്റ് മീനിങ് ദ പേഴ്സൺ അല്ലെങ്കിൽ ദ വൈറ്റ് പീപ്പിൾ ഹു ലൂട്ടഡ് ദ കൺട്രി ആൻഡ് ഇവിടെ കിൽഡ് പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്നത് ദ പീപ്പിൾ, ദ ഇൻഡിജിനസ് പീപ്പിൾ ഹു, the indigenous people means the native people who opposed the colonizers. ഈ കോളനൈസേഴ്സിനെ എതിർത്ത ആളുകളെയാണ് ഇവിടെ ഫാദർ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് the white man burned my mother being on a noonday sun. എന്ത് ചെയ്തു? he burned my brother, എല്ലാരെയും കൊന്നു കളഞ്ഞു. and my brother was strong. my brother was strong. അങ്ങനെയുള്ള എന്റെ സഹോദരനെ ആ വൈറ്റ് മാൻ കത്തിച്ചു കളഞ്ഞു, കൊന്നു കളഞ്ഞു. അപ്പൊ ഇവിടെ ദ പോയറ്റ് യൂസസ് 3 adjectives. ആദ്യം പറഞ്ഞ പ്രൗഡ്, അതേപോലെ തന്നെ അമ്മയെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിച്ച ബ്യൂട്ടിഫുൾ എന്ന വാക്ക്, അതേപോലെ തന്നെ ബ്രദറിനെ കുറിച്ച് പറഞ്ഞത് ഹി വാസ് സ്ട്രോങ്. ആ 3 വാക്കുകളാണ് ദ അഡ്ജക്റ്റീവ്സ് യൂസ്ഡ് ടു റെപ്രസെന്റ് ദ ഇൻഡിജിനസ് പീപ്പിൾ. അത് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. വാട്ട് ആർ ദി അഡ്ജക്റ്റീവ്സ് യൂസ്ഡ് ടു റെപ്രസെന്റ് ദ ഇൻഡിജിനസ് പീപ്പിൾ? പ്രൗഡ്, ബ്യൂട്ടിഫുൾ ആൻഡ് സ്ട്രോങ്. ദെൻ ഹിസ് ഹാൻഡ്സ് റെഡ് വിത്ത് ബ്ലാക്ക് ബ്ലഡ്. ഹിസ് ഹാൻഡ്സ്, ഇവിടെ ആ മനുഷ്യൻ, ആ വൈറ്റ് പേഴ്സൺ, ആ വൈറ്റ് മാന്റെ കൈകള് വേർ റെഡ് വിത്ത് ബ്ലാക്ക് ബ്ലഡ്. ബ്ലാക്ക് ബ്ലഡ്, ഇവിടെ ബ്ലാക്ക് ബ്ലഡ് എന്നുള്ളത് ദ ബ്ലഡ് ഓഫ് ദ നേറ്റീവ് പീപ്പിൾ, അവിടെയുള്ള ജനങ്ങളുടെ ചോരയുടെ കളർ സെയിം ആണ്. പക്ഷെ ബ്ലാക്ക് ബ്ലഡ് എന്ന് പറയുന്നത് ആ ഒരു പ്രയോഗം തന്നെയാണ്. ഇറ്റ് റെപ്രസെന്റ്സ് ദ യൂണിറ്റി, ദ ബ്ലാക്ക് പീപ്പിൾ. ആ ജനതയുടെ രക്തം കൊണ്ട് ചുവന്ന കളറായി അയാളുടെ കൈകൾ. ആൻഡ് then he turned to me and said in conqueror's voice. പിന്നീട് ഇത്രയൊക്കെ കാട്ടിക്കൂട്ടി അദ്ദേഹം, ആ മനുഷ്യൻ, ആ വൈറ്റ് പേഴ്സൺ, അതായത് അച്ഛനെ കൊന്നു, അമ്മയെ റേപ്പ് ചെയ്തു, ബ്രദറിനെ ചുട്ടുകരിച്ചു, ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം ഹി ടേൺ ടു മീ, എന്റെ നേരെ തിരിഞ്ഞു. ഞാൻ ഇവിടെ ബോയ് ആണ്, സ്പീക്കർ. സ്പീക്കറോട് തിരിഞ്ഞിട്ട് പറഞ്ഞു, ബോയ് ഇൻ എ കോൺകറേഴ്സ് വോയിസ്. ചെറിയ ശബ്ദമല്ല, ആ ഒരു എന്താണ് കോൺകറേഴ്സ് വോയിസ്. കോൺകറേഴ്സ് വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയാ, ഉറപ്പോട് കൂടിയാണ്. അതായത് ഹി കോൺകേർഡ് ദ ഹൗസ്, ആ വീട് പിടിച്ചെടുത്തു. അതേപോലെ തന്നെ
ഇവരെയൊക്കെ നശിപ്പിച്ചു, ഇല്ലാതെയാക്കി. അതിനുശേഷം ആ ഒരു കീഴടക്കിയ കോൺകററുടെ ആ ഒരു ശബ്ദത്തില്, ആ ഒരു അധികാര ശബ്ദമാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു അധികാര ശബ്ദത്തിൽ എന്നോട് പറഞ്ഞു, ബോയ് ബ്രിങ് മീ എ ചെയർ, എ നാപ്കിൻ ആൻഡ് എ ഡ്രിങ്ക്. കുട്ടിയോട് പറഞ്ഞു എന്താണ്, ബ്രിങ് മീ എ ചെയർ, ഒരു ചെയർ കൊണ്ടുവരണം, ടു സിറ്റ് ഇൻ ദിസ് ഹോം, അല്ലെങ്കിൽ ടു സിറ്റ് ഇൻ ദ ഹൗസ്. ആ വീട്ടിൽ എന്താണ്, ഹി ഗോട്ട് ദ പവർ, ആ അധികാരം അയാൾക്ക് കിട്ടി. അതുകൊണ്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയർ, ആൻഡ് എ നാപ്കിൻ, ആ നാപ്കിൻ ടു വൈപ്പ് അവേ ദ ബ്ലഡ്, ആ ഒരു ടു എന്താണ്, കയ്യിലൊക്കെ ആ ഒരു ബ്ലാക്ക് ബ്ലഡ് ആയി എന്ന് പറഞ്ഞു, അതൊക്കെ തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു നാപ്കിൻ ആൻഡ് എ ഡ്രിങ്ക്, പിന്നീട് എൻജോയ് ചെയ്യാനുള്ള ഒരു ഡ്രിങ്ക്. ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവരാൻ ആ കുട്ടിയോട് ആവശ്യപ്പെട്ടു. ഹിയർ ആ ഒരു കോളനൈസിങ് പ്രോസസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ദ വൈറ്റ് പീപ്പിൾ conquered many countries in Asia, Europe and Latin America. അവിടെയൊക്കെ അവര് they came there in the pretext of civilizing the people. അവിടെയുള്ള ജനങ്ങളെ സിവിലൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി, അതായത് അവിടെയുള്ള ഇൻഡിജിനസ് ആളുകള്, നേറ്റീവ് ആയിട്ടുള്ള ആളുകള്, അവർക്ക് they are not cultured or they are not barbarians എന്ന ധാരണയിൽ, അങ്ങനെയുള്ള ആ ഒരു ധാരണയിൽ അവരെ സിവിലൈസ് ചെയ്യുക എന്ന ലക്ഷ്യവുമായിട്ടാണ്, അത് പറഞ്ഞിട്ടാണ് അവർ അവിടെ വരുന്നത്. ബട്ട് ഇൻഫാക്ട് ദ റീസൺ ഇസ് ലൂട്ടിംഗ് ദ കൺട്രി ആൻഡ് മേക്ക് ദെയർ സോവറിൻ പവർ. യഥാർത്ഥത്തിൽ ആ രാജ്യം എന്താണ്, അവരുടെ കാൽക്കീഴിലാക്കുക, അതേപോലെ തന്നെ അവിടെയുള്ള സർവ്വസമ്പത്തും, അതായത് റിസോഴ്സസ്, ഫോറസ്റ്റ് ആയിക്കോട്ടെ, മൈൻസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള റിസോഴ്സസ് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അതാണ് അവരുടെ ഇൻഡയറക്റ്റ് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ പറഞ്ഞത് ദേ ആർ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദർ ഡ്യൂട്ടി ടു സിവിലൈസ് ദി അൺകൾച്ചേർഡ് ഓർ ഇൻഡിജിനസ് പീപ്പിൾ. അങ്ങനെ വ്യാജേന വന്ന അവര് ആ രാജ്യം കൊള്ളയടിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ മൈ ഫാദർ എന്നുള്ള വ്യക്തി, അല്ലെങ്കിൽ ഫാദർ, ബ്രദർ, അതേപോലെ തന്നെ മൈ മദർ, ഇതൊക്കെ ആ ഒരു കോളനൈസിങ് പ്രോസസ്സിൽ നടന്നതാണ്. അതായത് ദീസ് വൈറ്റ് പീപ്പിൾ കിൽഡ് ദോസ് ഹു ഒപ്പോസ് ദം, അവരെ എതിർത്തവരെയൊക്കെ അവര് കൊന്നുകളഞ്ഞു. അതേപോലെ തന്നെ ദ റേപ്ഡ് ഗേൾസ് ആൻഡ് വിമൻ, സ്ത്രീകളെയും ചെറിയ കുട്ടികളെയും ഒക്കെ അവർ റേപ്പ് ചെയ്തു. ആൻഡ് ദേ ഓൾസോ ബേൺഡ് മെനി പീപ്പിൾ, നിരവധി ആളുകളെ കത്തിച്ചു കളഞ്ഞു. എന്നിട്ട് ദേ കോൺകേർഡ് ഓർ ദേ സപ്രസ്ഡ് ദോസ് ഹു ആർ നോ ഒബേയിങ് ദം, അവരെ അനുസരിച്ച ആളുകളെ അവര് അടിച്ചമർത്തി. ആൻഡ് കൺസിഡർ ദം ആസ് സ്ലേവ്സ്, അടിമകളെ പോലെ അവരെ കണക്കാക്കി വെച്ചു. അതായത് അവരെ എതിർത്തവരെ കൊന്നു കളഞ്ഞു, അവരെ എതിർക്കാതെ മിണ്ടാതെ നിന്ന ആളുകളെയൊക്കെ അവരുടെ അടിമകളാക്കി തീർത്തു. ഇതാണ് ഈ കവിതയിലൂടെ വെളിപ്പെടുത്തുന്നത്. ആൻഡ് ദ പോയിന്റ് ഹിയർ ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് ബ്ലാക്ക് ഐഡന്റിറ്റി ബൈ റെഫറിങ് ബ്ലാക്ക് ബ്ലഡ്. ഇവിടെ ആ ഒരു ബ്ലാക്ക് ബ്ലഡ് എന്ന പ്രയോഗം എന്താണെന്ന് ചോദിക്കാം. അത് it is the referring the black identity, and the color of the blood is red. By using black blood, he states that all black people are one. ഇതിന് ബ്ലാക്ക് ബ്ലഡ് എന്ന് പറയുന്നത്, ബ്ലഡിന്റെ നിറം റെഡ് ആണ്, പക്ഷെ ബ്ലാക്ക് ബ്ലഡ് എന്ന് പറയാൻ കാരണം ഇറ്റ് ഷോസ് ദി ബ്ലാക്ക് പീപ്പിൾ. ആൻഡ് ദ ഹോം ഹിയർ റെപ്രസെന്റ്സ് ആഫ്രിക്ക. സിംബോളിക് പോയം ആണ്. ഇവിടെ ഹോം എന്നുള്ളത് ആഫ്രിക്കയാണ്. ബ്രദർ, ഫാദർ, മദർ, ഇതൊക്കെ ദ റിസോഴ്സസ്, ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു, ദേ ആർ ദ റിസോഴ്സസ് ഇൻ ദ കൺട്രി. ആൻഡ് ദ ഹോം ഹിയർ റെപ്രസെന്റ്സ് ആഫ്രിക്ക. ആൻഡ് ദ വൈറ്റ് മാൻ വാണ്ട്സ് ടു സ്റ്റേ ദെയർ, killing, raping and conquering everything that he wants. പിന്നീട് the white people colonized Asia, Africa and Latin America by declaring that it is their duty to civilize the indigenous people. പക്ഷേ നമ്മൾ പറഞ്ഞു, in fact they used the fertile lands and the resources of indigenous people, and they killed those who opposed them and raped the ladies and girls and made them slaves. പിന്നീട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റ്. ഈ കവിതയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാവുന്നതാണ്. ആൻഡ് ഡേവിഡ് ഡയോ വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോർട്ട് ഓഫ് നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റ്. നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റ് ഇസ്
ദി അഫർമേഷൻ ഓഫ് ബ്ലാക്ക് ഐഡന്റിറ്റി. നെഗ്രിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലാക്ക് എന്നുള്ള അർത്ഥമാണ്. ആ ബ്ലാക്ക് ഐഡന്റിറ്റിയെ അഫോം ചെയ്യുക, അതായത് ദേ ആർ ദി ഗുഡ് പീപ്പിൾ അല്ലെങ്കിൽ ദേ ആർ നോട്ട് ഇൻഫീരിയർ എന്ന് സമർത്ഥിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു വൈറ്റ് പീപ്പിൾ സപ്രസ് ദം. അപ്പോ അവരോട് പറയേണ്ടത് അല്ലെങ്കിൽ ലോകത്തോട് പറയേണ്ടത് ദേ ആർ നോട്ട് ഇൻഫീരിയർ എന്നുള്ള ആ ഒരു പ്രഖ്യാപനവുമായിട്ട് വന്ന ആ ഒരു പ്രസ്ഥാനത്തെയാണ് നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റ് എന്നറിയപ്പെടുന്നത്. ആൻഡ് ഡേവിഡ് ഡയോപ്പ് വാസ് നോൺ ആസ് ദ വോയിസ് ഓഫ് ദ പീപ്പിൾ വിത്തൗട്ട് വോയിസ്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഈ നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റില് ശ്രേഷ്ഠനായ കവിയാണ് ഡേവിഡ് ഡയോപ്പ്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ദ വോയിസ് ഓഫ് ദ പീപ്പിൾ വിത്തൗട്ട് വോയിസ് എന്നാണ്. ആൻഡ് ദിസ് നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റ് ഈസ് ദി അഫർമേഷൻ ഓഫ് ബ്ലാക്ക് കൾച്ചർ ആൻഡ് ഐഡന്റിറ്റി. ഈ നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റ് എന്താണ് നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റ് എന്ന് ചോദിക്കാം. ആൻഡ് ഇറ്റ് ഈസ് ദി അഫർമേഷൻ ഓഫ് ബ്ലാക്ക് ഐഡന്റിറ്റി ആൻഡ് കൾച്ചർ. ആൻഡ് ദേ ബിലീവ് ദാറ്റ് ബ്ലാക്ക് ഈസ് ബ്യൂട്ടിഫുൾ. ഈ നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റിൽ അവര് വിശ്വസിച്ചിരുന്നത് ബ്ലാക്ക് ഈസ് ബ്യൂട്ടിഫുൾ. ആൻഡ് ഇറ്റ് ബിഗാൻ ഇൻ 1930s ആൻഡ് ഫ്ലറിഷ്ഡ് ഇൻ 1940s ആൻഡ് 60s. 1930-ലാണ് ഈ നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റ് തുടങ്ങിയത്. അതിന്റെ പോപ്പുലാരിറ്റി 1940-60 കാലഘട്ടത്തിലായിരുന്നു അത് പോപ്പുലർ ആയത്. ആൻഡ് ഇറ്റ് ബിഗാൻ എമംഗ് ദ ഫ്രഞ്ച് സ്പീക്കിംഗ് ആഫ്രിക്കൻസ് ആൻഡ് കരീബിയൻ റൈറ്റേഴ്സ്. ഈ ഒരു പ്രസ്ഥാനം, ഈ നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റ് പോപ്പുലറൈസ് ആയത്, പ്രശസ്തമായത് ഫ്രഞ്ച് സംസാരിക്കുന്ന ആഫ്രിക്കൻ ജനത, അതേപോലെ തന്നെ കരീബിയൻ റൈറ്റേഴ്സ്, അവരുടെ ഇടയിലാണ് ഈ ഒരു മൂവ്മെന്റ്, ഈ ഒരു പ്രസ്ഥാനം വളരെയധികം പ്രശസ്തമായത്. ആൻഡ് ദേ അസർട്ടഡ് ദാറ്റ് ബ്ലാക്ക് ഈസ് നോട്ട് ഇൻഫീരിയർ ടു ദ വൈറ്റ് ദോ ദേ ഡിഫർ ഇൻ സ്കിൻ കളർ. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദേ അഫേം ദാറ്റ് ബ്ലാക്ക് ഈസ് നോട്ട് ഇൻഫീരിയർ ടു ദ വൈറ്റ് പീപ്പിൾ. വൈറ്റ് പീപ്പിളിനേക്കാൾ ഉള്ളവരല്ല അവർ. കാരണം അവരുടെ ബ്ലഡിന്റെ നിറം റെഡ് ആണ്. ദോ ദർ സ്കിൻ വാസ് ബ്ലാക്ക്. അവരുടെ സ്കിന്നിന്റെ കളറ് കറുപ്പാണ് എങ്കിൽ തന്നെയും അവരുടെ ബ്ലഡ് റെഡ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഓൾ പീപ്പിൾ. എല്ലാ ജനതയ്ക്കും റെഡ് കളർ ബ്ലഡ് ആണ്. അതുകൊണ്ട് ഒരാളെക്കാളും താഴെയല്ല ഞങ്ങൾ എന്ന് സമർത്ഥിക്കുന്ന ആ ഒരു പ്രഖ്യാപനമാണ് നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റ്. ദീസ് ആർ ദ മെയിൻ പോയിന്റ്സ്. താങ്ക് യു.